സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് അപ്പ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന 64ാമത് എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത് റീച്ചിൽ ഉൾപ്പെട്ട 3 പീടിക മതിലകം ബൈപ്പാസുകൾ ഉൾക്കൊള്ളുന്ന വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ചന്ദ്രാപന്നി കൊപ്രക്കളം വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇന്ന് കൊപ്രക്കളം മുതൽ മതിലകം ബൈപ്പാസ് അവസാനിക്കുന്ന 5-ാം പരുത്തി വരെയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഷൂട്ടിങ്ങിൽ നമ്മുടെ ക്യാമറ അപകടത്തിൽപ്പെട്ട കൊപ്രക്കളം പ്രദേശം പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിൽ സ്ഥലമേറ്റെടുത്തുകൊണ്ട് കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു നീക്കി മരങ്ങളും മറ്റും മുറിച്ചു നീക്കി അവിടെ നിരപ്പാക്കിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ആ പ്രദേശങ്ങളിൽ കയ്പമംഗലം ബോർഡ്, കയ്പമംഗലം 12 തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഡ്രൈനേജ് യൂട്ടിലിറ്റി ലൈനിൻ്റെ പ്രവൃത്തികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് നിരപ്പാക്കിയിട്ടിരിക്കുന്നു എന്നതൊഴിച്ചാൽ ആ പ്രദേശങ്ങളിൽ മറ്റു പ്രവൃത്തികളൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കൾവർട്ടുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത് റീച്ചിൽ ഉൾപ്പെട്ട ഈ പ്രദേശവും ഇതിന് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ശിവാലയ കമ്പനിയാണ്. കയ്പമംഗലം 12-ലെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ റീഅലൈൻമെന്റ് വരുന്നുണ്ട്. നിലവിലുള്ള റോഡിന്റെ വളവ് നിവർത്തുന്നതിന്റെ ഭാഗമായി വലതു ഭാഗം ചേർന്നാണ് അവിടുത്തെ പുതിയ വീതി കൂട്ടി വരുന്നത്. അവിടെ പിന്നിടുന്നതോടുകൂടി വീണ്ടും റോഡിന്റെ ഇരുവശങ്ങളും സ്ഥലമേറ്റെടുത്തുകൊണ്ട് നിവർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. കയ്പമംഗലം കാളമുറി ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. 15 മീറ്റർ നീളവും 4 മീറ്റർ ഉയരവുമുള്ള ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസാണ് കാളമുറി ജംഗ്ഷനിൽ വരുന്നത്. കാളമുറി ജംഗ്ഷൻ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശവും വീതി കൂട്ടി തന്നെയാണ് റോഡ് വരുന്നത്. എന്നാൽ അവിടങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇനിയും വെട്ടി നീക്കാൻ ബാക്കിയുള്ള മരങ്ങളും മറ്റും നമുക്ക് കാണാവുന്നതാണ്. അവിടെങ്കിലും നല്ല രീതിയിൽ റോഡ് പണി പുരോഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് റീച്ചുകളെ അപേക്ഷിച്ച്, അഥവാ മലപ്പുറം മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള റീച്ചുകളുമായിട്ട് നമ്മൾ തൃശ്ശൂർ റീച്ചിനെ കമ്പയർ ചെയ്യരുത്. കാരണം തൃശ്ശൂർ റീച്ചിൻ്റെ പ്രവൃത്തി വളരെ അടുത്ത ഏതാനും കുറഞ്ഞ ദിവസങ്ങളെ അല്ലെങ്കിൽ മാസങ്ങളെ ആയിട്ടുള്ളൂ ആരംഭിച്ചിട്ട് എന്നതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ശരിയാവുകയില്ല എന്നറിയിക്കുകയാണ്. അവിടെ പിന്നീട് നമ്മളെത്തുന്നത് വഴിയമ്പലത്താണ്. വഴിയമ്പലം ജംഗ്ഷനോട് ചേർന്ന് വലതു ഭാഗത്തേക്ക് മാറി 3 പീടിക ബൈപ്പാസ് ആരംഭിക്കുകയാണ്. 3 പീടിക ബൈപ്പാസിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു വലിയ അണ്ടർപാസ് വരുന്നുണ്ട്. 25 മീറ്റർ നീളവും 5.5 മീറ്റർ ഉയരവുമുള്ള ഒരു മേജർ അണ്ടർപാസ് തന്നെയാണ് 3 പീടിക ബൈപ്പാസിൻ്റെ ആരംഭത്തിൽ വരുന്നത്. ചാവക്കാട്, വാടാനപ്പള്ളി, തൃപ്രയാർ, ചന്ദ്രാപിന്നി എന്നീ 4 ബൈപ്പാസുകൾ പിന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ 5-ാമത് ബൈപ്പാസായ 3 പീടിക ബൈപ്പാസിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. നിലവിലുള്ള ദേശീയപാതയിൽ നിന്നും വഴിയമ്പലത്ത് നിന്ന് വലതുഭാഗത്തേക്ക് മാറി 2.6 കിലോമീറ്റർ പിന്നിട്ട് കൊറ്റംകുളം പ്രദേശത്താണ് ഈ ബൈപ്പാസ് നിലവിലുള്ള ദേശീയപാതയുമായി കൂടിച്ചേരുന്നത്. ദേശീയപാതയിലെ ഏറെ തിരക്കേറിയ 3 പീടിക അങ്ങാടിയെ പൂർണ്ണമായും ദേശീയപാതയിൽ നിന്ന് മാറ്റി നിർത്തിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. ബൈപ്പാസിനെ ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന പെരിഞ്ഞനം ബീച്ച് റോഡ് ക്രോസിങ്ങിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഏതാണ്ട് 20 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ ഉയരത്തിലുമുള്ള ഒരു അണ്ടർപാസാണ് ബീച്ച് റോഡ് ജംഗ്ഷനിൽ വരുന്നത്. അതിൻ്റെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ബീച്ച് റോഡ് അണ്ടർപാസ് പിന്നിട്ട് പെരിഞ്ഞനം പ്രദേശത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ
അവിടങ്ങളിലൊക്കെ ബൈപ്പാസിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു നീക്കി മരങ്ങളുമൊക്കെ മുറിച്ചു നീക്കി വീതി കൂട്ടിയിട്ടിരിക്കുന്നതായി കാണാൻ പറ്റും. ഈ പ്രദേശത്തൊന്നും തന്നെ ഈ ബൈപ്പാസിന് സർവീസ് റോഡുകൾ വരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ റീച്ചിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഒഴികെയുള്ള മറ്റെല്ലാ ബൈപ്പാസുകൾക്കും സർവീസ് റോഡ് പരിമിതമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ പിന്നിട്ട് മുന്നോട്ട് നീങ്ങി മൂന്നുപീടിക ടൗൺ കഴിഞ്ഞ് കൊറ്റംകുളം പ്രദേശത്ത് വെച്ച് നിലവിലുള്ള ദേശീയപാതയുമായി വീണ്ടും ബൈപ്പാസ് കൂടിച്ചേരുകയാണ്. ഇവിടെ കൊറ്റംകുളം പ്രദേശത്ത് ബൈപ്പാസ് ദേശീയപാതയുമായി കൂടിച്ചേരുന്നിടത്തായി ഒരു മേജർ അണ്ടർപാസ് വരുന്നുണ്ട്. 25 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ ഉയരത്തിലുമുള്ള ഒരു അണ്ടർപാസാണ് ഇവിടെ വരുന്നത്. കൊറ്റംകുളം എന്ന പ്രദേശത്തിന് ഈ സ്ഥലനാമം കിട്ടുന്നതിന് കാരണമായ കുളം ആ ബസ് സ്റ്റോപ്പിന് തൊട്ടുപിറകിലായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ ജലസ്രോതസ്സായ ഈ കുളം നികത്തിയാണ് ദേശീയപാത കടന്നു വരുന്നത് എന്ന ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രദേശത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കമുള്ള വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയും അതടിസ്ഥാനത്തിൽ ദേശീയപാത ഉദ്യോഗസ്ഥർ വിഷയം പഠിച്ച് ഈ കുളം അതേപടി അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയപാത കടന്നു വരാനുള്ള സജ്ജീകരണം ഒരുക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതടിസ്ഥാനത്തിൽ ഈ കുളത്തിന് മുകളിലൂടെ ഒരു ചെറിയ മൈനർ പാലം നിർമ്മിച്ചുകൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു വരുന്നത്. ഈ പ്രദേശത്തിൻ്റെയും ഈ കുളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റു മൂന്നുപീടിക മതിലകം പ്രദേശത്തുള്ള മറ്റു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട സംശയ ദൂരീകരണത്തിനുമൊക്കെ ഞങ്ങൾക്ക് സഹായകമായ സപ്പോർട്ട് നൽകിയ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകയും യുവ സംരംഭകയുമായ റസിയ സുൽത്താന എന്ന സഹോദരിയെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അവരോടുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയുമാണ്. കൊറ്റംകുളവും പുളിഞ്ചോടും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി പുന്നക്കുരു ജംഗ്ഷനിൽ വെച്ച് നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് മാറി മതിലകം ബൈപ്പാസ് ആരംഭിക്കുകയാണ്. ഈ മതിലകം ബൈപ്പാസിൻ്റെ തുടക്കത്തിൽ തന്നെ 25 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ ഉയരത്തിലുമുള്ള ഒരു മേജർ അണ്ടർപാസ് വരുന്നുണ്ട്. നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് മതിലകം ടൗണിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നിലവിലുള്ള മതിലകം ടൗണിൻ്റെ കിഴക്ക് ഭാഗം അഥവാ ഇടതുഭാഗം ചേർന്നാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. പാപ്പനിവട്ടം പുന്നക്കുരു ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മതിലകം ബൈപ്പാസ് മതിലകം ടൗണ് കഴിഞ്ഞ് ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ നിലവിലുള്ള ദേശീയപാതയുമായി കൂടിച്ചേരുന്നതുവരെ ഏതാണ്ട് 5 കിലോമീറ്റർ നീളത്തിലാണ് പുതിയ മതിലകം ബൈപ്പാസ് വരുന്നത്. പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന പുതിയ മതിലകം ബൈപ്പാസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ മരങ്ങൾ വെട്ടിമാറ്റിയും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയും ബൈപ്പാസ് ഏതാണ്ട് നിരപ്പാക്കിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇവിടങ്ങളിലൊക്കെ നിലവിൽ കൾവർട്ടുകളുടെ പ്രവൃത്തികളാണ് കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കാക്കത്തുരുത്തി റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. 20 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ ഉയരത്തിലുമുള്ള ഒരു വലിയ അണ്ടർപാസ് തന്നെയാണ് കാക്കത്തുരുത്തി റോഡിൽ വരുന്നത്. അവിടെ പിന്നിട്ട് മുന്നോട്ട് പോയാൽ അധികം ദൂരമല്ലാതെ പടിയൂർ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്തും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അത് 25 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ ഉയരത്തിലുമുള്ള ഒരു അണ്ടർപാസാണ് അവിടെ വരുന്നത്. ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളെക്കുറിച്ചും ചില കൺഫ്യൂഷനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാത്ത സ്ഥലങ്ങൾ ചിലതൊന്നും ഞങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മാർക്ക് ചെയ്ത ചില പ്രദേശങ്ങളിൽ
വ്യത്യാസങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രേക്ഷകർ, ഈ പ്രദേശത്തുകാരായ പ്രേക്ഷകരുണ്ടെങ്കിൽ അത്തരം തെറ്റുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് കമൻറ്റുകളിലൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിൽ ഞങ്ങൾക്ക് കിട്ടിയ പദ്ധതി രേഖ പ്രകാരം ഈ പ്രദേശത്തെ സെൻറ് ജോസഫ് ചർച്ചിൻ്റെ പരിസരത്തായി ഒരു മേജർ പാലം വരുന്നുണ്ട് എന്ന് പ്ലാനിൽ കാണുന്നുണ്ട്. പക്ഷേ ആ പ്രദേശങ്ങൾ അത് ഏത് പ്രദേശത്താണ് അല്ലെങ്കിൽ ഏത് എക്സാക്റ്റ് ലൊക്കേഷനിലാണ് ആ പാലം വരുന്നത് എന്ന് കൃത്യമായി ഇവിടെ മെൻഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പ്രേക്ഷകരോട് ആ വിഷയത്തിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. അതിനുള്ള ശ്രമങ്ങൾ നിരവധി നടത്തിയെങ്കിലും ആ സ്ഥലത്ത് അഥവാ ആ തത്സമയം ലൊക്കേഷനിൽ ഞങ്ങൾക്കത് മാർക്ക് ചെയ്ത് പോകാൻ ഞങ്ങൾ വിട്ടതുകൊണ്ട് പിന്നീട് ഞങ്ങൾക്കത് കണ്ടെത്താൻ വളരെയധികം പ്രയാസമായതുകൊണ്ടാണ് അത് സ്ഥലം എക്സാക്റ്റ് ലൊക്കേഷൻ ഞങ്ങളിതിൽ മെൻഷൻ ചെയ്യാതെ പോകുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പടിയൂർ റോഡ് ക്രോസിംഗ് കഴിഞ്ഞ് ബൈപ്പാസിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടങ്ങളിലൊക്കെ ഏതാണ്ട് സ്ഥലം വെട്ടി നിരപ്പാക്കിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഒരൽപ്പം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ചതുപ്പ് നിലങ്ങളാണ് കാണാൻ കഴിയുന്നത്. കനോലി കനാലിന് സമാന്തരമായിട്ട് പോകുന്ന ബൈപ്പാസിൽ ആ ചതുപ്പ് നിലങ്ങൾ പിന്നിടുന്നതോടുകൂടി പിന്നീട് അവിടങ്ങളിൽ മരങ്ങൾ വെട്ടി നീക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായിരുന്നാലും ആ പ്രദേശം പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയി പിന്നീട് നമ്മൾ SN പുരം അഥവാ ശ്രീനാരായണപുരം പ്രദേശത്തേക്കാണ് എത്തുന്നത്. ശ്രീനാരായണപുരം പ്രദേശത്ത് അവിടെ ഒരു 1200 മീറ്റർ നീളത്തിലുള്ള ഒരു വയാഡക്റ്റ് പാലം വരുന്നുണ്ട്. ആ വയാഡക്റ്റ് പാലം ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ട ചതുപ്പ് നിലത്തിൽ നിന്നായിരിക്കും ആരംഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും SN പുരം എത്തുന്നതിന് മുമ്പായി ആരംഭിക്കുന്ന ആ വയാഡക്റ്റ് പാലം നിലവിലുള്ള ദേശീയപാതയുമായി മതിലകം ബൈപ്പാസ് കൂടിച്ചേരുന്ന അഞ്ചാമ്പരുത്തി പ്രദേശത്താണ് വയാഡക്റ്റ് കം ഫ്ലൈ ഓവറായി അത് നിലവിലുള്ള ദേശീയപാതയുമായി കൂടിച്ചേർന്ന് അവസാനിക്കുകയാണ്. നിലവിലുള്ള ദേശീയപാതയുമായി മതിലകം ബൈപ്പാസ് കൂടിച്ചേരുന്ന അഞ്ചാമ്പരുത്തി പ്രദേശത്തുനിന്നോടുകൂടി നമ്മുടെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇനിയും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടന്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വെർച്വൽ യാത്രയിൽ നമുക്കൊപ്പം ചേരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കും നാട്ടുകാരിലേക്കുമൊക്കെ ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നും നിങ്ങളുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റും ചാനലിൻ്റെ ലിങ്കുകൾ അല്ലെങ്കിൽ എപ്പിസോഡിൻ്റെ ലിങ്കുകളൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം താങ്ക്സ് ബട്ടണിലൂടെ നിരവധി സുഹൃത്തുക്കളാണ് നമുക്ക് സംഭാവനകൾ നൽകിക്കൊണ്ട് ഈ സംരംഭത്തിനെ ഒന്ന് കൈപിടിച്ചുയർത്താൻ വേണ്ടി സഹായിച്ചത്. ശ്രീ ലിൻഡോൽഫ, രഞ്ജിത്ത്, സുബിൻ ജേക്കബ്, അഭിലാഷ് നാരായണൻ, ജഗൽ, സജു SK, ശംസുദ്ദീൻ, നിജിൻ ഫിർദൌസ്, സുരേഷ് S, മധുസൂദൻ വേങ്ങാട്ടിൽ തുടങ്ങിയ താങ്ക്സ് ബട്ടണിലൂടെ സംഭാവനകൾ നൽകി സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. ദേശീയപാത 66-ന്റെ പുനർനിർമ്മാണ പ്രവർത്തികളുടെ മതിലകം മുതൽ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള കാഴ്ചകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ട്രിപ്പ് അപ്പ് കേരളയുടെ നന്ദി, നമസ്കാരം.